അപ്പോ ചടങ്ങ് തുടങ്ങല്ലേ? പിന്നെന്താ, വിത്ത് പ്ലഷർ. പക്ഷെ ഒരു സ്റ്റേജിൽ ഇപ്പം ലൈം ലൈറ്റ് ഒന്ന് പോവുകയാണെങ്കിൽ പോകൂല, സ്വാഭാവികം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ രേണുവായിട്ട് എടുക്കുന്നുണ്ടോ? രേണുവിന്റെ പ്രവർത്തികളിലോ അല്ലെങ്കിൽ ലൈം ലൈറ്റ് നിൽക്കാനോ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്തിനാണ് ഈ ഗുണ്ടൊക്കെ എന്നോട് അടിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് പല ആളുകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോഴത്തേന് എങ്ങനെങ്കിലും ഹൈപ്പിൽ കയറണം, അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കണം. പല ആൾക്കാരും ഈ സോഷ്യൽ മീഡിയയിലുള്ള പല ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇനിയെങ്കിലും ഒന്ന് നിർത്തണം നിന്റെ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഇത് ചെയ്താൽ ഞാൻ ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നൊരു പറയുന്നൊരു വ്യക്തിയല്ല. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? പറഞ്ഞ ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത്ത് എന്ന റീലിലൂടെയാണ് ഞാൻ ദാസേട്ടൻ കോഴിക്കോടിന്റെ എയറിലാകുന്നത്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അപ്പൊ ഇനിയിപ്പം ഈ ഒരു ലൈം ലൈറ്റ് ഇല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെ രേണുസുതിയായിട്ട് തന്നെ നിൽക്കുന്നു. അല്ലാതെ എനിക്ക് എപ്പോഴും ഹൈപ്പിൽ നിൽക്കണമെന്നോ ലൈം ലൈറ്റ് നിൽക്കണമെന്നുള്ള ഒരു വ്യക്തിയല്ല, ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സൈക്കിള്. ഇപ്പൊ രേണു നോക്കിക്കഴിഞ്ഞാല് ഇപ്പം രേണുവിനെ നെഗറ്റീവ് പറയുന്ന ആളുകളായാലും സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ സുധിയുടെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്ത് സ്നേഹമാണ് സൂചിച്ചേട്ടനുള്ള ഇവർക്ക്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. പിന്നെ ഈ ആ മരിച്ചു സമയത്ത്. കഴിഞ്ഞ് പിന്നെ ഇവരെന്താന്ന് ഈ സ്നേഹം കാണിക്കുന്നേ? എന്ത് സ്നേഹമാണ് കാണിക്കുന്നേ? സുധിയുടെ ഭാര്യ അങ്ങനെ ആവണം ഇങ്ങനെ. അതല്ലേ ഞാൻ പറഞ്ഞ, ഞാൻ വീട്ടിൽ ഇരിക്കാന്നേ, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥിരം പൈസ കൊണ്ട് തരട്ടെ ഇവര്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കേ. എനിക്ക് വീട്ടിൽ ഇരിക്കാൻ ഭയങ്കര താല്പര്യം, ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ വീട്ടിൽ ഇരിക്കുക, അഭിനയിക്കുന്നില്ല. ഇവര് കൊണ്ട് താന്നേ പൈസ. പണിയെടുക്കാൻ എന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എന്റെ പണി നോക്കി പോകട്ടോ. നമ്മളിപ്പം റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള വിവാദം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിന്റെ എറിച്ചിലടിക്കുന്നു എന്ന് പറഞ്ഞൊരു, അതെ അതെ. അപ്പൊ അതിൽ ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അത് ആൽബത്തിന്റെ ഷൂട്ട്, വെബ് സീരീസിന്റെ ഷൂട്ടിനന്ന് വന്നാണ് മീഡിയാസ്. പക്ഷെ ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു വെബ് സീരീസിന്റെ കണ്ടന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആ ചോദ്യത്തിന് മാത്രം രേണു തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പറയട്ടെ, എന്നെ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. എന്നെ സംബന്ധിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും എനിക്ക് അതിന്റെ ആൻസർ ഉണ്ട്. അല്ല എന്തല്ലേ അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ രേണു ആദ്യം പറഞ്ഞത് ഞാൻ എല്ലാവരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബോധിപ്പിക്കുവല്ലോ ചെയ്യുന്നത്. ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യാ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക. ഞാൻ പോകുന്നു. ബൈ ബൈ.